എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ അശരീരി എയുടെ ഫൗണ്ടറാണ്. ഇന്ന് നമ്മൾ LLM എന്താണ്, LLM എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് AI കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോണത്. ഇത് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്യുന്ന ലാർജർ കോഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമുക്കപ്പം LLM എന്താണെന്ന് നോക്കാം. ഒരു LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണെന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ രണ്ട് ഡെഫിനേഷൻസ് കാണാൻ സാധിക്കും. ഒന്ന്, ആൻ AI മോഡൽ ട്രെയിൻഡ് ഓൺ മാസീവ് എമൗണ്ട്സ് ഓഫ് ടെക്സ്റ്റ് ഡേറ്റ ദാറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലൈക്ക് ടെക്സ്റ്റ്. രണ്ടാമത്തത്, എ സബ്സെറ്റ് ഓഫ് NLP മോഡൽസ് ക്യാരക്ടറൈസ്ഡ് ബൈ their massive size, extensive training data and ability to perform a wide range of language tasks with minimal task specific training. ഈ രണ്ട് ഡെഫിനേഷൻസും കറക്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പം ലാർജ് ലാംഗ്വേജ് മോഡൽ, അതിൻ്റെ ഫുൾ ഫോമിൽ നിന്ന് തന്നെ നമുക്ക് ഈ രണ്ട് ഡെഫിനേഷൻസും ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാർജ് എന്ന് പറയുന്നത് മാസീവ് എമൗണ്ട്സ് ഓഫ് ഡേറ്റയിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് മോഡൽ എന്ന് വെച്ചെന്നാൽ മനുഷ്യഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ മനസ്സിലാക്കാനും അത് ജനറേറ്റ് ചെയ്യാനും കഴിവുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ജനറേഷൻ മോഡലാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അടുത്ത വാക്ക് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കോറിൽ ഒരു ലാംഗ്വേജ് മോഡൽ. പിന്നെ അതൊരു AI മോഡലാണെന്ന് പറയുന്നുണ്ട്. കുറച്ചും കൂടെ ഡിഗ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഒരു ഡീപ്പ് ലേണിംഗ് AI മോഡലാണെന്ന്. ആൻഡ് മോസ്റ്റ്ലി ബേസ്ഡ് ഔട്ട് ഓഫ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. ഒരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിലാണ് ആ LLM മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഒട്ടുമിക്ക എല്ലാ മോഡൽസും, ChatGPTയുടെ മോഡൽ എടുത്താലും ക്ലോഡിൻ്റെ മോഡൽ എടുത്താലും ജെമിനിയുടെ മോഡൽ എടുത്താലും എല്ലാ മോഡൽസും നമുക്കറിയാവുന്നത് ഇപ്പോൾ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, പോപ്പുലർ മോഡൽസ് എല്ലാം. രണ്ടാമത്തെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഇതൊരു NLP മോഡലാണെന്നാണ്. അപ്പോൾ NLP എന്താണ്? NLP എന്ന് പറയുന്ന നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഡെഫിനിഷൻ, enabling computers to understand, interpret and generate human like language. നമ്മുടെ ഭാഷ മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും അത് ജനറേറ്റ് ചെയ്യാനുമുള്ള കഴിവ് ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്നതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് കുറേ ഇൻഡസ്ട്രി യൂസ് കേസസ് ഉണ്ട്. സെന്റിമെന്റ് അനാലിസിസ്, നെയിം ഐഡന്റിറ്റി റെക്കഗ്നിഷൻ, മെഷീൻ ട്രാൻസ്ലേഷൻ. ഈ എക്സാമ്പിൾസ് എല്ലാം എന്താണെന്ന് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നില്ല, നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ചോളൂ. അപ്പം സെക്കൻഡ് ഡെഫിനേഷനിൽ ഇതൊരു NLP മോഡലാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡെഫിനേഷനിൽ നമ്മൾ ഇതൊരു ഡീപ്പ് ലേണിംഗ് മോഡലാണ്. ആ ഡീപ്പ് ലേണിംഗ് മോഡൽ സബ്സെറ്റ് ഓഫ് AI മോഡലാണ്. അപ്പോൾ ഈ AIയും ഡീപ്പ് ലേണിങ്ങും NLPയും വേറെ കുറച്ച് ടേംസും എല്ലാം അതിൻ്റെ കോറിലേഷനും അതെങ്ങനെയാണ് ഇന്റർലിങ്ക്ഡ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും വാസ്റ്റ് ടോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യൻ്റെ ബുദ്ധിയെ അല്ലെങ്കിൽ ഇൻ്റലിജൻസിനെ റിപ്ലിക്കേറ്റ് അല്ലെങ്കിൽ മിമിക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി പ്രോഗ്രാംഡ് അല്ലാതെ ഹ്യൂമൻ ഇന്റലിജൻസ് വേണ്ട ടാസ്കുകൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ മെഷീൻ പെർഫോം ചെയ്യുമ്പോൾ അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തെ ടേമാണ് മെഷീൻ ലേണിംഗ്. ലേണിംഗ് ഈസ് എ സബ്സെറ്റ് ഓഫ് AI വെയർ സിസ്റ്റംസ് ലേൺ ഫ്രം ഡേറ്റ ടു ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് മേക്ക് പ്രിഡിക്ഷൻസ് വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. Next term deep learning ആണ്. Deep learning is a subset of machine learning that uses layered structures called artificial neural networks to automatically learn and extract features from large data sets. അപ്പോൾ ഇതിൽ ഡീപ്പ് ലേണിംഗിൻ്റെ ഡെഫിനേഷനിൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ്ഡ് ആയി. എന്താണെന്ന് നോക്കാം. ന്യൂറൽ നെറ്റ്വർക്ക് is a set of algorithms modeled after the human brain that power deep learning to recognize patterns in data. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ന്യൂറോൺസ് ഇന്റർലിങ്ക്ഡ് ആയിട്ടാണ് ആ എൻറ്റയർ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അതാണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിൻ്റെ കോർ എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്.
ആ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ മാത്തമാറ്റിക്കലി ഇമിറ്റേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു മോഡലാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ആ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഡീപ്പ് ലേണിങ്ങും LLM-ഉം ബാക്കി അതിൻ്റെ കോറെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നത്തെ ടേം NLP ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമ്മൾ കവർ ചെയ്തതാണ്. ഇറ്റ് ഈസ് ബേസിക്കലി ഇനേബിളിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ഇന്റർപ്രിറ്റ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. ഈ NLP എന്നത് AI-ന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് മിക്കപ്പോഴും പറയുന്നത്. ബട്ട് അതൊരു റോങ് കോൺസെപ്റ്റ് ആണ്. നോൺ AI NLPs കുറേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് മോഡൽസ്. ഡീപ്പ് ലേണിംഗ് ഉപയോഗിച്ചും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ചെയ്യാം. അതിൻ്റെ ഔട്ട്സൈഡും കുറേ പാർട്ട് വരുന്നുണ്ട്. എൻറ്റയർ AI അല്ലാത്ത നോൺ AI NLP മോഡൽസും ഉണ്ട്. ഇനി എവിടെയാണ് ഈ LLM വരുന്നത്? LLM ഈ ഡീപ്പ് ലേണിങ്ങിൻ്റെയും NLPൻ്റെയും ആ ഇന്റർസെക്ഷനിലാണ് വരുന്നത്. ഈ ഡെഫിനിഷൻസ് എല്ലാം അതിൻ്റെ മീനിങ് മനസ്സിലാക്കി ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വെച്ചോളൂ. ഇൻ്റർവ്യൂസിനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ലെയറിങ് പഠിക്കണം. വെൻ ഡയഗ്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് പഠിച്ചിരിക്കണം. നമ്മൾ നേരത്തെ ഡെഫിനിഷൻസിൽ ആ 2 ഡെഫിനിഷൻസിലും കവേർഡ് ആയിരുന്നു. ഒന്ന് AI മോഡലാണെന്ന് പറയുന്നുണ്ട്. അത് ഡീപ്പ് ലേണിംഗ് AI മോഡൽ മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആണെന്ന് മനസ്സിലാക്കിയായിരുന്നു. രണ്ടാമത്തേതിൽ NLP മോഡലാണെന്നും പറഞ്ഞ് ഇത് 2 സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ഡെഫിനേഷനും സെക്കൻഡ് ഡെഫിനേഷനും രണ്ടും വാലിഡ് ആവുന്നത്. ബട്ട് നിങ്ങളിത് തൽക്കാലത്തേന് ഫസ്റ്റ് ഡെഫിനേഷൻ പഠിച്ചു വെച്ചാൽ മതി. ആരെങ്കിലും ഇൻ്റർവ്യൂവിലോ എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് ചെയ്യുവാണ് അതൊരു DL മോഡലല്ല NLP മോഡലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് DL-ഉം ആണ് NLP മോഡലുമാണ്. ഈ ചില ഡെഫിനിഷൻസ് ഇത് മോസ്റ്റ്ലി ഈ സബ്സെറ്റ് ഓഫ് NLP എന്ന് മിക്കപ്പോഴും നിങ്ങൾ കാണുന്ന ഈ ഹഗ്ഗിംഗ് ഫേസ് കമ്മ്യൂണിറ്റിയിലും അങ്ങനെയുള്ള കോഴ്സസും അവിടെയൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നത്തെ ഈ 2 ഡെഫിനേഷനിലും കോമൺ ആയിട്ട് വരുന്നതാണ് ട്രെയിൻഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഡേറ്റ. എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഡേറ്റ ആൻഡ് ട്രെയിൻഡ്. അപ്പോൾ ട്രെയിനിങ്ങിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ ഈ LLM ബിൽഡ് ചെയ്യുമ്പോൾ കവർ ആവും. നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാം. അതിനു മുന്നേ LLMs ആർ ബേസ്ഡ് ഓൺ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിരുന്നു. അത് AI മോഡലിൻ്റെ ഒരു കുറച്ച് ഡ്രിൽ ഡൗൺ ചെയ്തപ്പോഴാണ് ഡീപ്പ് ലേണിംഗ് മോഡൽ ബേസ്ഡ് ഔട്ട് ഓഫ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. മോസ്റ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് മോഡൽസ് GPT, Gemini, Llama, Claude ഇതെല്ലാം ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിൽ ബേസ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ്. അപ്പം ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്താണെന്ന് അറ്റ് ഹൈ ലെവൽ നമുക്ക് നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻഡെപ്ത് ആർക്കിടെക്ചറിൻ്റെ ഫ്ലോയും കോമ്പണൻസും ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സും എല്ലാം നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ബേസിക്സിൽ എന്താണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഈസ് എ ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ അറ്റൻഷൻ അൽഗോരിതം. ഈ അറ്റൻഷൻ അൽഗോരിതം എന്ന് പറയുന്ന ഒരു കീ ടേമാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ബിക്കോസ് ഈ ഇപ്പോൾ കാണുന്ന മിക്ക LLMസിൻ്റെയും ആ പോപ്പുലാരിറ്റി, LLMസിൻ്റെ പോപ്പുലാരിറ്റി ആൻഡ് ഈ ഹൈപ്പില്ലേ അത് വന്നത് ഈ 2017 ഗൂഗിൾ ഒരു റിസർച്ച് പേപ്പർ ഇറക്കിയിരുന്നു, അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ LLMസും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ 2017 അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് പേപ്പർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഈ പഴയ ആർക്കിടെക്ചേഴ്സ് ആയ RNN അല്ലെങ്കിൽ റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സും LSTMസും അതും എല്ലാം റീപ്ലേസ് ചെയ്തു. ആൻഡ് 2018 ഗൂഗിൾ റിസർച്ച് BERT എന്ന ഒരു മോഡൽ അവർ ഇറക്കി. ആൻഡ് 2018 അവർ BERT റിലീസ് ചെയ്തു, വിച്ച് വാസ് ബേസ്ഡ് ഓൺ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. ആൻഡ് അതിപ്പോഴും ഹഗ്ഗിംഗ് ഫേസിലും കുറേ കമ്മ്യൂണിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നത്തെ 2 ഡെഫിനേഷനിലും കോമൺ ആയുള്ള ടേമാണ് ട്രെയിനിങ്. ട്രെയിനിങ് മോഡൽ ഇൻ ഡെപ്ത് നമ്മൾ ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ കവർ ആവും. ഇപ്പോൾ ട്രെയിനിങ് മോഡൽ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ
LLMത്തിന്റെ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറച്ച് ട്രെയിനിങ് കവർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രേസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് LLMത്തിന് കൊടുക്കുവാണ്. ആൻ ആപ്പിൾ ഓഫ് മൈ എന്താണ് അടുത്ത വാക്കെന്ന് ഗസ് ചെയ്യണം. അപ്പോൾ ഈ അടുത്ത വാക്ക് എന്താണ്? ഈ അടുത്ത വാക്ക് ഐ ആണ്. ഇപ്പം ആൻ ആപ്പിൾ ഓഫ് മൈ ഈ ഒരു ഫ്രേസ് ആണ്. അടുത്ത വാക്ക് ഐ ആണെന്ന് എങ്ങനെയാണ് ഈ LLM ഗസ് ചെയ്യുന്നത്? അപ്പോൾ അത് പഠിക്കാനായിട്ട് നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ടോക്കൺ. ടോക്കൺ എന്ന് വെച്ചെന്നാൽ ഒരു LLM മനസ്സിലാക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്. ഏതൊരു സെന്റൻസ് അല്ലെങ്കിൽ പാരഗ്രാഫോ എന്ത് കൊടുത്താലും ആദ്യം LLM ചെയ്യുന്നത് അതെല്ലാം ടോക്കൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ആ പ്രോസസ്സിനെയാണ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. ടോക്കണും വേർഡും സെയിം അല്ല. നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലാത്ത ഒരാളുടെ അടുത്ത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോരോ വാക്കുകൾ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു കൊടുക്കാം. ബട്ട് ശരിക്കും ഓരോരോ വാക്കായിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്. അത് എഫിഷ്യൻസി റീസൺ കൊണ്ട് ചില വാക്കുകൾ പിന്നെയും സ്പ്ലിറ്റ് ആവും. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റിംഗ് എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് പ്ലസ് ING ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മീനിങ് മനസ്സിലാകുന്നത് എംബഡിങ് എന്നൊരു പ്രോസസ്സ് വെച്ചിട്ടാണ്. ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിൽ വരുന്ന കുറേ സ്റ്റെപ്സ് ആണിത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നില്ല, ബട്ട് ജസ്റ്റ് കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്യുകയാണ്. എംബഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈനിങ് ന്യൂമറിക് മീനിങ്. അപ്പോൾ മെഷീനിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് ടോക്കൺ അല്ലെങ്കിൽ വേർഡ്സ് അങ്ങനെ മനസ്സിലാവില്ല. അത് ഒരു ന്യൂമറിക് മീനിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത്. ആ പ്രോസസ്സിൽ, എംബഡിങ് പ്രോസസ്സിൽ ഓരോ ടോക്കണും ഓരോ വെക്ടർ ആയിട്ട് മാപ്പ് ആവും. അപ്പം വെക്ടർ എന്താണെന്ന് നോക്കാം. വെക്ടർ നമ്മൾ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അറേ ഓഫ് നമ്പേഴ്സ് ആണ്. LLM ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു n ഡൈമെൻഷണൽ വെക്ടേഴ്സ് ആണ്. കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. 3 ഡൈമെൻഷൻ 1 ഡൈമെൻഷൻ ഒന്നും അല്ല. ബട്ട് വെക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ 1 ഡൈമെൻഷൻ വെക്ടർ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ എംബഡിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ന്യൂമറിക് മീനിങ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ആൻ ആപ്പിൾ ഓഫ് മൈ അടുത്ത വാക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞ് ടോക്കണൈസേഷൻ ആണ്. ടോക്കണൈസേഷനിൽ ഓരോ ടോക്കൺ ആയിട്ട് ആ സെന്റൻസിനെ ഡിവൈഡ് ചെയ്യും. ഈ ഓരോ ടോക്കണും ഓരോ IDs അസൈൻ ചെയ്യും. ഈ IDs ആണ് പാരാമീറ്റേഴ്സ്. ഈ 1023 4582 77 912 ഇത് ഈ ടോക്കണിന്റെ ഒരു യുണീക്ക് ID ആണ്. ഇതിൽ ഓരോ ലാർജ് ലാംഗ്വേജ് മോഡലിനും അവരുടെ പാരന്റ് കമ്പനി ഈ ടോക്കണൈസേഷന്റെ ഒരു IDs സെറ്റ് ഓഫ് IDs ഉണ്ട്. അപ്പോൾ ആ റെഫറൻസ് IDs വെച്ചിട്ട് ഓരോ നമ്പേഴ്സ് കൊടുക്കും. ഈ ടോക്കണൈസേഷൻ ട്രൈ ഔട്ട് ചെയ്യാനായിട്ടൊരു കോഡ് ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അത് ലോക്കൽ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സെന്റൻസസും ടോക്കണൈസേഷൻ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അതൊരു എക്സസൈസ് ആയിട്ട് ലാസ്റ്റ് തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ടോക്കണൈസേഷൻ. സെന്റൻസിനെ നമ്മൾ ഓരോ ടോക്കണായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോ ടോക്കണും അതിൻ്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ ID ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എംബഡിങ് ആണ്. ഈ ഓരോ IDക്കും ഓരോ വെക്ടറിനെ അല്ലെങ്കിൽ ആ മീനിങ് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആപ്പിൾ ഒരു ടോക്കൺ ആണ്. അതിൻ്റെ ID 4582 ആണ്. ഇനി ഈ ആപ്പിളിൻ്റെ മീനിങ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ആപ്പിൾ ഒരു ഫ്രൂട്ടാണ്, ആപ്പിൾ ഒരു കമ്പനി ഉണ്ട്, പിന്നെ ആപ്പിൾ ചിലപ്പം ആരൊക്കെയായാലും പേരിട്ടിട്ടുണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ യൂസ് കേസസ് ഉണ്ടാവും. അപ്പം ആപ്പിളിൻ്റെ ഈ കോണ്ടെക്സ്റ്റിലെ മീനിങ്, ഇപ്പം നമ്മളെങ്ങനെയാണ് ഈ ആപ്പിളിൻ്റെ മീനിങ് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഈ ആപ്പിളിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത്? നമ്മൾ അതിൻ്റെ അടുത്ത് കിടക്കുന്ന വാക്കുകൾ കണ്ടിട്ടാണ് ഈ ആപ്പിള് കഴിക്കണ ആപ്പിളാണെന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഫ്രേസ് ആണെന്ന് മനസ്സിലാക്കുന്നത് അടുത്ത് കിടക്കുന്ന വാക്കുകൾ കണ്ടിട്ടാണ്. കോണ്ടെക്സ്ച്വലൈസേഷൻ LLMത്തിലും നടക്കുന്നത് സിമിലർ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് ഈ അറ്റൻഷൻ അല്ലെങ്കിൽ സെൽഫ് അറ്റൻഷൻ എന്നുള്ളത്. ആ സെൽഫ് അറ്റൻഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അത് അഗൈൻ ഇൻഡെപ്തിൽ പോകണില്ല. ബട്ട് ഒരു ഉദാഹരണം വെച്ചിട്ട് കാണിക്കാം. CEO ഓഫ് ആപ്പിൾ എന്ന് എഴുതിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ CEO എന്ന് കണ്ടിട്ടാണ് ആപ്പിൾ കമ്പനിയാണെന്ന് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെയാണ് ഈ സെൽഫ് അറ്റൻഷൻ പ്രോസസ്സ് നടക്കുന്നത്. അടുത്ത് കിടക്കുന്നത് ഏതൊക്കെ വാക്കുകളാണെന്ന് നോക്കിയിട്ട് ഓരോ വാക്കുകളും എടുത്തിട്ട് ഈ സെൽഫ് അറ്റൻഷൻ പ്രോസസ്സിലൂടെ പോകും LLMത്തിൽ.
ആൻഡ് ഇവിടുത്തെ ആപ്പിൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ആ വെക്ടർ അല്ലെങ്കിൽ ആ യുണീക്ക് അറേ ഓഫ് നമ്പേഴ്സ് ആർ ക്ലോസർ ടു ഈ ഗൂഗിളിന്റെ വെക്ടറും മൈക്രോസോഫ്റ്റിന്റെ വെക്ടറും അല്ലെങ്കിൽ അതേപോലെയുള്ള സിമിലർ കമ്പനികളുടെ വെക്ടർ. അങ്ങനെയാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത് ഈ ആപ്പിളിന്റെ മീനിങ് ക്ലോസർ ടു മൈക്രോസോഫ്റ്റ് അതൊക്കെയാണ്. അപ്പം ഈ ആപ്പിൾ ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ വേറൊരു സെന്റൻസ് ഉണ്ട്, ഐ ഹാഡ് ആൻ ആപ്പിൾ. അപ്പം ഞാനൊരു ആപ്പിൾ കഴിച്ചു എന്ന് പറയുമ്പോൾ ആ ആപ്പിൾ ഫ്രൂട്ട് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഐ ഹാഡ് ആൻ ആപ്പിൾ. ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ ഓക്കെ കഴിച്ചത്, ആ ഈ ബാക്കി എല്ലാ വാക്കുകളും എടുത്തിട്ട് സെൽഫ് അറ്റൻഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും ഈ ആപ്പിൾ ഈസ് ക്ലോസർ ടു ഓറഞ്ച്, മാംഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ട്സ്. അപ്പം ഈ നമ്മൾ സെൽഫ് അറ്റൻഷൻ പ്രോസസ്സിൽ റെഫർ ചെയ്യുന്ന ഡേറ്റാ സെറ്റില്ലേ, അത് വെക്ടർ ഡേറ്റാ സെറ്റാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു n ഡയമെൻഷണൽ വെക്ടർ ഡേറ്റാ സെറ്റാണ്. നമ്മൾ പറഞ്ഞു മാസീവ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് ഡേറ്റ എന്ന് ഡെഫിനേഷനിൽ കണ്ടു. അപ്പോൾ ആ ടെക്സ്റ്റ് ഡേറ്റ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് ചോദിച്ചെന്നാൽ വെബ്സൈറ്റ്സ്, എൻസൈക്ലോപീഡിയ ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയ, അക്കാഡമിക് പേപ്പറുകൾ, ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, പബ്ലിക് ഡൊമൈൻ ഡേറ്റ, ലൈസൻസ്. ഓരോ കമ്പനികളും അവരുടേതായ ഡേറ്റയും കളക്ട് ചെയ്തിട്ട് അതും ഇൻക്ലൂഡ് ചെയ്യും. ഇത്രയുമല്ല, ഇത് കൂടുതൽ എന്തൊക്കെ ടെക്സ്റ്റൽ ഡേറ്റ ഈ യൂണിവേഴ്സിൽ അവൈലബിൾ ആണോ അതിലെല്ലാം ട്രെയിൻ ചെയ്യുക എന്നതാണ് ഗോള്. ബട്ട് അതെല്ലാം ഓരോന്നെടുത്ത് ചെയ്യുന്നതിന് പകരം മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഓരോ സോഴ്സസ് എടുത്തിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്രയും ഡേറ്റ സെറ്റിൽ ട്രെയിൻ ചെയ്ത മോഡല് പിന്നെ ആൻ ആപ്പിൾ ഓഫ് മൈ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ മാസീവ് ഡേറ്റയെ ടോക്കണൈസ് ചെയ്ത് അതിൻ്റെ മീനിങ്ങും എല്ലാം കൺസിഡർ ചെയ്ത് അതിൻ്റെ ഓരോ വെക്ടേഴ്സും അലോക്കേറ്റ് ചെയ്ത ഈ വെക്ടർ ഡേറ്റ സെറ്റിൽ റെഫർ ചെയ്തിട്ട് ഇത് കോണ്ടെക്സ്റ്റ് എല്ലാം മനസ്സിലാക്കി ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ അടുത്ത വാക്ക് പ്രെഡിക്റ്റ് ആവും. അപ്പോൾ ആ വാക്ക് പ്രെഡിക്റ്റ് ആകുന്നത് അഗെയിൻ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ആ അടുത്ത വാക്ക് എന്താണെന്നുള്ളത് കുറേ വാക്കുകൾ അവിടെ വരാം. ഫോർ എക്സാമ്പിൾ അവിടെ ട്രീ വരാം, ബാസ്ക്കറ്റ് വരാം, ടേബിൾ വരാം, ലാൻഡ്, ഐ, കാർ, പിന്നെ അങ്ങനത്തെ കുറേ വാക്കുകൾ ആ ഡയമെൻഷൻ സ്പേസിലുള്ള ഏത് വാക്കുകൾ വേണേലും വരാം. ബട്ട് ഓരോ വാക്കിനും ഒരു പ്രോബിലിറ്റി ഉണ്ട്. ഇത് 32% പ്രോബിൾ ആണ് ദാറ്റ് അടുത്ത വാക്ക് ഐ. ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ഒരു പ്രോബിലിറ്റി അസൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. ആൻഡ് ഇതിൽ ബെസ്റ്റ് ഫിറ്റ് വന്നത് ഐ ആണ്. ആൻഡ് ഈ പ്രോബിലിറ്റി അസൈൻ ചെയ്തതും എഗെയിൻ അത് കുറേ ട്രെയിനിങ്ങിൻ്റെയും റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. അതിൽ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് തന്നെ റാങ്ക് ചെയ്യുന്ന ആൻസേഴ്സ് ആണ്. ഈ ചാറ്റ് GPT-യും ക്ലോഡും എസ്പെഷ്യലി ഫ്രീ വേർഷൻസ് യൂസ് ചെയ്യുമ്പോൾ 2 ആൻസേഴ്സ് തന്നിട്ട് റെസ്പോൺസ് 1, റെസ്പോൺസ് 2 നമ്മളെടുത്ത് സെലക്ട് ചെയ്യാൻ പറയില്ലേ, അതും ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഐ, ടേബിൾ, ട്രീ, ഹാർട്ട് എന്നുള്ളത് നമ്മൾ ഓക്കെ ഐ ആണ് ബെസ്റ്റ് എന്ന് ഒരു 100 പേര് റാങ്ക് ചെയ്തു. ടേബിളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തു, അത് ഓക്കെ അല്ലെങ്കിൽ ട്രീ ഓക്കെ ആണ് അല്ലെങ്കിൽ റോങ് ആണെന്ന് കൊടുത്തു. അപ്പോൾ അതങ്ങനെ അതിനൊരു നെഗറ്റീവ് സ്കോറിങ് കിട്ടി. ഇതാണ് ഒരു റിവാർഡ് മോഡൽ. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കുറച്ച് കോൺസെപ്റ്റ്സും കൂടെ നോക്കാം. കോൺസെപ്റ്റ്സ് മാത്രം പറഞ്ഞു പോകാം. ഇത് ബേസിക് ലാംഗ്വേജ് മോഡലിൽ വരുന്നതല്ല, കുറച്ചും കൂടെ അഡ്വാൻസ് ലാംഗ്വേജ് മോഡൽസിൽ വരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഇൻ്റർവ്യൂസിനും കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ പഠിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് വാക്ക് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു മോഡലിന് യൂസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള എൻറ്റയർ സെറ്റ് ഓഫ് ഡേറ്റ. അത് യൂസ് ചെയ്തിട്ട് അടുത്ത വാക്കുകൾ ബെറ്റർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്തൊക്കെ ഡേറ്റ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കോണ്ടെക്സ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രോംപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അഗെയിൻ പ്രോംപ്റ്റ് എന്താണെന്ന് കവർ ചെയ്യാം. പിന്നെ പ്രീവിയസ് കോൺവെർസേഷൻസ്, സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ്, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തത്, ഇതെല്ലാം അത് കോണ്ടെക്സ്റ്റ് ആയിട്ട് എടുക്കും. ആ കോണ്ടെക്സ്റ്റ് ഇത്തരം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടോ ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഈ LLMത്തിന് നമുക്ക് വേണ്ടുന്ന ആൻസർ ബെറ്റർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് തരാൻ പറ്റും. ഇതിൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു. പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്പെസിഫിക് പാരഗ്രാഫ് ഉണ്ടാക്കാനോ എന്താണോ നമ്മൾ അല്ലെങ്കിൽ ഒരു വാക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ ആ കൊടുക്കുന്ന ടാസ്കിനെയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ
കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ കവർ ചെയ്തിരുന്നു. എവറിത്തിങ് ദാറ്റ് ദി മോഡൽ കറന്റ്ലി ക്യാൻ യൂസ് ഓർ സീ, നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം. ബട്ട് ഈ കോണ്ടെക്സ്റ്റ് അൺലിമിറ്റഡ് അല്ല. അപ്പോൾ അവിടെയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്നൊരു ടേമിൻ്റെ റിലേവൻസ് വരുന്നത്. കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് സൈസ് ടോക്കൺ ബഫർ യൂസ്ഡ് ബൈ ദ മോഡൽ. മാക്സിമം ഒരു LLMത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കോണ്ടെക്സ്റ്റിൻ്റെ കപ്പാസിറ്റിയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ. ഇപ്പം ഓവർ ദി ഇയേഴ്സ് പോട്ടെ, ഓവർ ദി മന്ത്സ് തന്നെ ഉണ്ടെന്ന് കോണ്ടെക്സ്റ്റ് വിൻഡോ എത്രത്തോളം അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആദ്യമൊക്കെ ChatGPT കുറച്ച് ഡേറ്റ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം കുറേ ഡേറ്റ കൊടുക്കാം, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഫിനിറ്റ് കോണ്ടെക്സ്റ്റ് വിൻഡോയിലോട്ടാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എത്രത്തോളം ഡേറ്റ നമുക്കുണ്ടോ അതെല്ലാം കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ടില്ല, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോണ്ടെക്സ്റ്റ് വിൻഡോവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഡേറ്റ നമ്മൾ ഈ എല്ലാം സിസ്റ്റത്തിന് പുറത്താണെങ്കിൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ അതൊരു മാസീവ് ഡേറ്റാബേസിൽ കിടക്കുന്ന ഡേറ്റ ആയിരിക്കും, ഒരു കമ്പനിയുടെ പ്രൊപ്പറേറ്ററി ഡേറ്റ ആയിരിക്കും, ചിലപ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ള ഡേറ്റ ആയിരിക്കും. ഈ ഔട്ട്സൈഡ് ഓഫ് ദി സിസ്റ്റം ഉള്ള ഡേറ്റ എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഗവേഷകർ ചിന്തിച്ച് കണ്ടുപിടിച്ച ഒരു കോൺസെപ്റ്റാണ് മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ MCP. ഈ കോണ്ടെക്സ്റ്റ് വിൻഡോയുടെ ലിമിറ്റേഷൻസും പിന്നെ ഇങ്ങനത്തെ പ്രൊപ്പറേറ്ററി ഡേറ്റയും മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റയും അങ്ങനത്തെ കുറച്ച് യൂസ് കേസസ് വെച്ചിട്ടാണ് ഈ MCP കണ്ടുപിടിച്ചത്. ആൻഡ് മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോളിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ Anthropic in 2024 that enables AI models and agents to seamlessly connect with external data, tools and software systems. അപ്പം Anthropic again നമുക്കറിയാം ഒരു ഫേമസ് LLM പ്രൊവൈഡറാണ്, പാരന്റ് കമ്പനി ഓഫ് ക്ലോഡിന്റെ ക്ലോഡ് സോനെറ്റ് മോഡലും ഓപ്പസ് മോഡലും എല്ലാം ആന്ത്രോപ്പിക്കിന്റെ ആണ്. ആന്ത്രോപ്പിക് കണ്ടുപിടിച്ച ഒരു ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോൾ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ്. ആ ഓപ്പൺ സോഴ്സ് സ്റ്റാൻഡേർഡ് ആണ് MCP. ആൻഡ് MCP യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഡേറ്റ, ടൂൾസും സോഫ്റ്റ്വെയർസും സിസ്റ്റംസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ദാറ്റ് ഇനേബിൾസ് AI മോഡൽസ് ആൻഡ് ഏജൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏജന്റ് എന്നുള്ളൊരു പുതിയ ടൈമാണ് ഇവിടെ. ഏജൻസ് ആർ ഓട്ടോണോമസ് സിസ്റ്റംസ് ദാറ്റ് യൂസ് LLMs ആസ് എ ബ്രെയിൻ ടു റീസൺ, പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് കോംപ്ലക്സ് മൾട്ടി സ്റ്റെപ്പ് ടാസ്ക്സ്. അപ്പോൾ എഗെയിൻ ഇത് കൂടുതൽ വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ബട്ട് അറ്റ് ഹൈ ലെവൽ ഏജൻസ് ഓട്ടോണോമസ് ആണെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദേ ആർ ബേസ്ഡ് ഔട്ട് ഓഫ് LLMs. ആൻഡ് അവർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത്രയും പഠിച്ചാൽ മതി. ആൻഡ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് ഇനിയും പോകാൻ പറ്റും. ബട്ട് ഫസ്റ്റ് വീഡിയോയിൽ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ക്വിക്ക്ലി എന്തൊക്കെയാണ് കവർ ചെയ്തതെന്ന് നോക്കാം. LLM എന്താണെന്ന് പഠിച്ചു, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്, NLP ആൻഡ് ഈ AI, ML, ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്, NLP അതിൻ്റെ കോറിലേഷനും അതിൻ്റെ വെൻ ഡയഗ്രാം, ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ, ടോക്കണൈസേഷൻ, വെക്ടേഴ്സ് എന്താണ്, വെക്ടർ ഡേറ്റാ സെറ്റ്, എംബഡിങ്സ് കവർ ചെയ്തപ്പോൾ പിന്നെ സെൽഫ് അറ്റൻഷൻ കവർ ചെയ്തു. പിന്നെ റിവാർഡ് മോഡൽ, അഗൈൻ അത് ബേസിക് ട്രെയിനിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് ട്രെയിനിങ് കവർ ചെയ്തു. പിന്നെ കോണ്ടെക്സ്റ്റ് വിൻഡോ, പ്രോംപ്റ്റ്, ഏജൻസ്. നമ്മൾ ഹൈ ലെവലിൽ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓവർവെൽമിംഗ് ആണെന്ന് തോന്നുന്നു. ബട്ട് അഗൈൻ ഏതെങ്കിലും കോൺസെപ്റ്റ്സ് കൂടുതൽ അറിയണമെങ്കിൽ പിന്നെ റീക്യാപ്പ് ചെയ്ത് ആ കോൺസെപ്റ്റിൽ ഒന്നുകൂടെ പോയി പഠിക്കുക. ഈ ഡെഫിനിഷൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ഓർത്ത് വെച്ചോളൂ. ഫുൾ ഫോം വെച്ചിട്ട് കോറിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി ഓർത്ത് വെക്കുക. ആൻഡ് ആരെങ്കിലും ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ടീം മീറ്റിംഗ്സിൽ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം ഒരാൾക്ക്. ആ രീതിയിൽ പഠിക്കുക. ഈ ടേംസ് കൂടുതലായിട്ട് ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫോമേഴ്സും MCPയും അതൊക്കെ സെപ്പറേറ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. ആ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ കവർ ചെയ്ത ടോപ്പിക്സ് ഒന്നോടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കവർ ചെയ്യാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അതും എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻഡെപ്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ കാര്യങ്ങൾ.